കക്ഷി രാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ വസ്തുതയായി പറയണമല്ലോ, അതുകൊണ്ട് പറയാണ്. കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല. നേരത്തെ യോജിച്ച നിലപാടെടുത്തവർ പെട്ടെന്നുണ്ട് ചുവട് മാറ്റുന്നു. അവർ എന്തുകൊണ്ടാണെന്നറിയില്ല. BJP, RSS, സംഘപരിവാർ കേരളം സ്വീകരിച്ച നിലപാടിനെ അപഹസിച്ചാലും പരിഹസിച്ചാലും നമുക്കത് മനസ്സിലാകും. കാരണം അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് എതിരായ നിലപാടാണ് കേരളം മൊത്തത്തിലെടുത്തത്. പക്ഷേ നിയമസഭാ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പരിഹസിച്ചാലോ? അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പ്രമേയം പാസ്സാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കുകയാണ്. പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇല്ലാതാകില്ല. എന്താണിത്? ഇത് കോഴിക്കോട് കടപ്പുറമാണ്. ഇവിടെ ഉപ്പ് കുറുക്കിയത് കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കരകയറ്റാൻ, ഇവിടുന്ന് ഓടിച്ചുവിടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊരു ഭോഷത്വമാണ് എന്ന് അന്ന് സാമ്രാജ്യത്വ സേവകന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് തുല്യമല്ലേ ഇത്? അവരുടെ കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയുള്ള ശക്തമായ രോഷമല്ലേ നാം പ്രകടിപ്പിച്ചത്? ഇവിടെ ആശങ്കയിലും ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന ജനലക്ഷങ്ങളെ, ജനകോടികളെ ഓർക്കേണ്ടതായിരുന്നില്ലേ? എന്തിനാണ് അത്തരമൊരു നിലപാട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവ്, അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് തന്നെ സ്വീകരിച്ചത് എന്നത് അന്നും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല.